guys, welcome back to my YouTube channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മന്തിയാണ്. അപ്പം ഇവിടെ ബീഫ് മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മന്തി റൈസ് അത് നന്നായി വാഷ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മന്തിൻ്റെ ഫ്ലേവർ കിട്ടുന്ന ചേരുവകളിലേക്ക് പോകാം. അതിന് ഒരു അണിയൻ, പിന്നെ കുറച്ച് സ്പൈസസ്, 2 ഗ്രീൻ ചില്ലി, 250 ഗ്രാം ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ട്. അത് ഒരു കപ്പ് ഓഫ് വെള്ളത്തിൽ നമുക്ക് നന്നായി വേവിച്ചെടുക്കാം, ഒരു 5 വിസിൽസ് വരെ. എന്നിട്ട് ആ വെള്ളമാണ് ഞാനിവിടെ ചോറ് വേവിച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വേവിച്ച് വെച്ച ബീഫ് നമുക്കിനി ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മന്തിൻ്റെ റൈസ് പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാനിലേക്ക് 3 to 4 സ്പൂണോളം ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമ്മളുടെ സ്പൈസസ് ആഡ് ചെയ്യാം. അത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളുടെ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു ഉള്ളിയാണ്. ഇത് ഇനി നമുക്ക് ഓയിലിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആവുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഇനി നമുക്ക് നന്നായി ഓയിലിൽ സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓർക്കണം, നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കുമ്പോൾ ഉപ്പ് ആഡ് ചെയ്തതാണ്. സോ ഇനി നമ്മൾ കഴുകി വെച്ച ചോറ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്സോളം നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബീഫ് ബ്രോത്ത്, നമ്മൾ ബീഫ് എന്തിലാണോ വേവിച്ചത് ആ വെള്ളം വെച്ചിട്ടാണ് നമ്മളിവിടെ ചോറ് വേവിച്ചെടുക്കുന്നത്. അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 5 മിനിറ്റ്സോളം അടച്ച് കുക്കായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഓഫ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സോളം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാം. ഇത് നന്നായി കുക്കായെന്ന് കണ്ടാൽ ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച നമ്മളുടെ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലേക്ക്. ഇനി നമ്മളുടെ മന്തിക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ചാർക്കോൾ ബേൺ ചെയ്ത് അതിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ ചാർക്കോൾ വേണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പം ഞാൻ യൂസ് ചെയ്തത് ചിരട്ടാണ്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ്സോളം കാത്തു നിൽക്കുക. അപ്പം നമ്മളുടെ അടിപൊളി മന്തി റെഡിയാണ്. ഇത് നല്ല അടിപൊളിയായിട്ടാണ് ടേൺ ഔട്ട് ആയത്. അപ്പോൾ ഇത് നിങ്ങളും തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് സാലഡിൻ്റെ കൂടെ മയോണൈസിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു.